നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിന് ശേഷം 5 ദിവസത്തിനിടെയുണ്ടായ വിവിധ നിയമലംഘനത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് പ്രവാസികളെ നാടുകടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈത്ത്. തൊഴിൽ താമസ നിയമലംഘനം നടത്തിയ പ്രവാസികളെയാണ് നാടുകടത്താൻ ഒരുങ്ങുന്നത്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ പിടികൂടിയത്. നിയമപരമായ തൊഴിൽ സമ്പ്രദായങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിശോധനകൾ രാജ്യത്ത് നടപ്പാക്കുന്നതെന്ന് ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് നിയമലംഘനത്തിൻ്റെ പേരിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളെ നാടുകടത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 31,42,802 പ്രവാസികളെ നാടുകടത്തി. ഇവരിൽ 17,701 പേർ വനിതകളാണ്. 42,265 പേരെ ഭരണപരമായി നാടുകടത്തിയതാണ്. ഇവരിൽ 24,609 പുരുഷന്മാരാണ്, 17,656 വനിതകളും. ഇതുകൂടാതെ 627 ജുഡീഷ്യൽ നാടുകടത്തലാണ്. ഇവരിൽ 582 പുരുഷന്മാരും 45 വനിതകളുമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരം നിയമലംഘനം നടത്തുന്ന പ്രവാസികളെ നാടുകടത്തുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്.